സൈബർ അധിക്ഷേപം സർവ്വ അതിരും കടന്നതുകൊണ്ടാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്ന് കെ ശൈലജ ടീച്ചർ. രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ സൈബർ വ്യക്തിഹത്യക്കെതിരെ പ്രതികരിക്കണമെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി. സൈബർ ആക്രമണം അതിരുവിട്ടതിന് പിന്നാലെയാണ് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. സകല അതിർവരമ്പുകളും ലംഘിച്ചായിരുന്നു വ്യാജ പ്രചാരണം. ആദ്യമത് അവഗണിക്കുകയായിരുന്നു എന്നും കുടുംബ സദസ്സുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാപക പ്രചാരണം നടന്നതിന് പിന്നാലെയാണ് പരാതി നൽകാൻ തീരുമാനിച്ചത് എന്നും കെ ശൈലജ ടീച്ചർ പറഞ്ഞു. ആദ്യം ഇത് അവഗണിക്കാമെന്ന് വെച്ച് ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല, അതിൻ്റെ പാട്ടിന് പോകട്ടെ. പക്ഷേ കുടുംബ സദസ്സുകളിൽ നമ്മുടെ ക്ഷമക്കൊരതിരില്ലേ, എല്ലാ കുടുംബ സദസ്സുകളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിരന്തരമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ നടപടിയെടുക്കണം തോന്നി. ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വരണാധികാരിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പരാതി നൽകിയതിലൂടെ ഇത്തരക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വടകരയിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി. ഇങ്ങനെ അടുത്തു വരുന്ന എല്ലാ വ്യാജ പ്രചരണങ്ങളും നിങ്ങളായിട്ട് തന്നെ അത് മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യണം. ഇവർക്കെതിരെ പരാതി കൊടുക്കും, നിരന്തരമായിട്ട് കൊടുക്കും. പക്ഷേ ആ പരാതിക്ക് കാത്തു നിൽക്കാതെ തന്നെ എന്നെ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനെ തള്ളിക്കളയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറമെ ജില്ലാ വരണാധികാരിക്കും പരാതി നൽകിയിട്ടുണ്ട്. ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.